അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ നമ്മളെ ജോലികളൊക്കെ രാവിലെ തീരണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവില്ല. അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോക്കാണ്. രാവിലെ എണീറ്റ രാവിലെ ചായയും കടി നമ്മളെ എന്താ പറയുക, ജീവിതം തന്നെ അങ്ങനെയാണ് നമ്മൾ പെണ്ണുങ്ങളെ. കാരണം രാവിലെ നീക്കുക, ചായയും കടി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അതൊക്കെ കഴിഞ്ഞാലുള്ളൂ നമുക്ക് മനസ്സിനൊരു സുഖമുള്ളൂ. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പണികളൊന്നും ഒരുങ്ങിയില്ല. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കുടുംബത്തിൽ ചെറിയൊരു മൂത്തച്ഛൻ്റെ മോനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊന്ന് കാണാൻ വേണ്ടി പോയി. അത് കാരണം തന്നെ നമ്മൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ വന്നാൽ ഞമ്മക്കിപ്പോൾ ആണുങ്ങളാകുമ്പോൾ ഓല് പോയി കടന്നുറങ്ങി നല്ല സുഖമായിട്ട് കടന്നുറങ്ങും. ഞമ്മക്കിപ്പോൾ അതിനൊന്നും പറ്റൂലല്ലോ. നമ്മൾ കടന്നുറങ്ങിയാൽ പിന്നെ നമ്മളെ കാര്യം പിന്നെ പോക്കാം. നമുക്ക് രാവിലത്തെ നമ്മളെ പണികൾ ഒരുങ്ങൂല. പിന്നെ അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പം നേരെ അടുക്കളയിൽ കയറുക. അപ്പം അങ്ങനെ അടുക്കളയിൽ കയറി ചോറൊക്കെ കുക്കറിൽ വേഗാണ്ട് അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞ് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇവിടെ ക്ലീനാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയും കുറച്ച് മത്തി ഉണ്ട് ഇവിടെ, അതുകൊണ്ടൊരു മത്തി പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനെന്താ വെച്ചാൽ രാവിലെ കുട്ടി സ്കൂൾക്ക് പോകാനുള്ളത് കൊണ്ട് അവൾക്ക് ചോറും ഉപ്പേരിയും രാവിലെ അത് വേഗമാവും. പിന്നെ നമ്മൾക്കൊരു കറിയുള്ളൂ ഉണ്ടാക്കാനും, മീൻ പൊരിക്കാണ്ടെങ്കിൽ അതും. അപ്പോൾ പിന്നെ ഒരു 9 മണിയാകുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ തീരും കേട്ടോ. പിന്നെ കൂടുതൽ നമുക്ക് നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാനൊന്നുമില്ല. കുറച്ചേരം 9-9:30 ആകുമ്പോൾ തീരും. ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മൾ കടയിൽ പോകും. ചില ദിവസം ഇപ്പോൾ പഠിക്കുന്ന ദിവസം ഞാൻ കടയിൽ പോകില്ല കേട്ടോ. അത് അപ്പോൾ നമ്മൾ പെരയിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ കടയിൽ പോയിട്ട്. കാരണം ഞാൻ അവിടെ ഇല്ലെങ്കിലും കടയിലത്തെ കച്ചവടമൊക്കെ നടക്കും. കാരണം അവിടെ നമ്മളടുത്തുള്ള ആളുകൾ നല്ല സഹകരണമാണ്. അവർ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും. കസ്റ്റമർ വന്നാലും അവർ പൊടിയും കാര്യങ്ങളൊക്കെ ഓരെടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വൈകി ചെന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് ചെറിയൊരു മടി, അപ്പം അങ്ങനെ പോയിട്ടില്ല. ഇന്ന് പിന്നെ എനിക്ക് കുറേ ഈ ഇത് ഉണ്ടായിരുന്നു, ഈ കുട്ടീനെ കാണാൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ചെന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ചെന്നപ്പോൾ നടക്കൂല. അപ്പം ഇന്ന് മത്തിയൊക്കെ നന്നാക്കി മത്തിയൊന്ന് മസാല ഇടുകയാണ്. നിങ്ങളങ്ങനെ മത്തി മസാല ഇട്ട് വെച്ച് മീനും മീനെ പൊരിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയാലൊന്ന് വേറെ ഒരു വഴിക്ക് പോകാണ്ട് കുടുംബത്തിൽ തന്നെ. അപ്പോൾ ഞാൻ മത്തി മസാല ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങനെ മത്തി മസാല ഇടുന്നല്ലേ, നമ്മളിപ്പോൾ മത്തിയിൽ അതിൽ മുളകും പൊടി ഇട്ടു, മഞ്ഞളിട്ടു, അതിടുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. ഉപ്പ് ഇടുന്നത് ചെറിയ ജീരകം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ എന്താ പറയുക, വെളുത്തുള്ളി പേസ്റ്റ് കൂട്ടും. പിന്നെ അത് നമ്മളെ തന്നെ മീൻ മസാല കേട്ടോ. നമ്മൾ മസാലകളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയത് കൊണ്ട് നമ്മൾ പുറത്തത്തെ മസാലകളൊന്നും ഉപയോഗിക്കലില്ല. കാരണം ആ മസാലയ്ക്ക് ഇപ്പം എങ്ങനെ ഉണ്ടാക്കണം നമുക്കറിയില്ലല്ലോ. നമ്മൾ നല്ല ഫ്രഷായിട്ട് കഴുകി ഉണക്കി മസാലേൻ്റെ ക്ലാസ്സുകളൊക്കെ പഠിച്ച് അങ്ങനെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഓരോ മസാല ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴും ആ മസാലക്കൊക്കെ ഒരു അളവുണ്ട് ഓരോന്നിനും. ആ അളവ് പ്രകാരമാണ് ആ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കോൺഫ്ലവർ ഇട്ടു, ഉപ്പിട്ടു. അപ്പോൾ നമ്മളെ മസാല നല്ല എല്ലാവരും ആർക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു തരും. ആരെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു തരും. ഒരു പ്രാവശ്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇത് നമ്മളിടുന്നത് എന്താ വെച്ചാൽ കായപ്പൊടി കേട്ടോ. ഈ മസാല ഇടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കായപ്പൊടി ഇടലുണ്ടോ? അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ ഉണ്ടാവും.
അത് നമ്മൾ കറി വെക്കുമ്പോഴും കായം ചേർക്കുന്നത് നല്ലതാട്ടോ. ഒരിത്തിരി കായം നമ്മൾ ഇനിക്ക് കുറച്ച് സുർക്ക, അങ്ങനെ സുർക്ക ഒഴിച്ചു. സുർക്ക ഒഴിച്ചു കേട്ടോ. ഇനി ഒരു നുള്ള് കളറിട്ട് കൊടുക്കാം നമുക്ക്. കളറെന്ന് വെച്ചാൽ ഞാൻ കളർ ചേർക്കലൊന്നും ഇല്ല. മീനിലും ബീഫിലൊന്നും ഞാൻ കളർ ചേർക്കലില്ല. നമ്മളെ കടയിൽ കാശ്മീരി മുളക് കഴുകി ഉണക്കി പൊടിച്ച പൊടിയുണ്ട്, അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കൽ. പക്ഷേ കടയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാശ്മീരി മുളകില്ല. അപ്പം അങ്ങനെ ഒരു കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. എനിക്കാണെങ്കിൽ മീൻ പൊരിക്കുമ്പോൾ നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ വേണം. അപ്പോൾ ഇതൊക്കെ പാടെ നമ്മളൊന്നിങ്ങനെ മിക്സാക്കി ഒരു തുള്ളി വെള്ളം ഒഴിക്കുകയാണ്. സുർക്ക കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നല്ല പോലെ മീനൊന്ന് മസാല തേച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ ആ മസാല അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കും. ശരിക്ക് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മീനൊക്കെ ഞങ്ങളമ്മക്ക് വേവിച്ച് തന്നിന് നല്ല രസമാട്ടോ. അതങ്ങനെ ഇതേപോലെ നല്ല മസാല ഇട്ട് എന്താ പറയുക, വാഴൻ്റെ ഇല ചട്ടിയിൽ വെച്ചിട്ട് അതിൽ ഈ മത്തി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചിട്ട് അതിലിങ്ങനെ പൊള്ളിച്ചെടുക്കും. ആ മത്തി തിന്നാൻ നല്ല രസമാട്ടോ. അതേപോലെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ തോട്ടിൽ പോയി മീൻ പിടിക്കും. ആ മീൻ പിടിച്ചു കൊടുന്നിട്ട് ഇതേപോലെ മസാല തേച്ച് പിന്നെന്താ പറയുക, വാഴൻ്റെ ഇലയിൽ നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പൊള്ളിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് നല്ല അന്നത്തെ കാലത്തൊക്കെ അത് നല്ല രസമായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോൾ പിന്നെ അതിലും നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കത് പറ്റൂല കേട്ടോ. അതും വേണം പറയുക. അന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു ടൈമായിരുന്നു. ഇപ്പോൾ അതിലും നല്ല ഫുഡുകൾ കുട്ടികൾ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കടയിൽ വന്നിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പണ്ട് നമുക്ക് ബാലവാടിയിൽ നിന്നൊക്കെ കിട്ടിയെന്നൊരു പൊടി ഉണ്ടല്ലോ, എന്താ അതിന് പറയുക, എന്തോ ഒരു പൊടിയുടെ പേരുണ്ട് അതിന്, എനിക്കറിയില്ല. ചോളപ്പൊടിയാണത്. പക്ഷെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അത് നമ്മൾ കഴിച്ചിരുന്ന ആ പൊടി ഉണ്ടോയെന്ന് ചോദിച്ചു. പക്ഷേ അത് നമ്മളെ കയ്യിലില്ല. അതിന് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു ആ പൊടിക്ക്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങൾ മീനും പൊരിച്ചാടട്ടെ കേട്ടോ. ആ പൊടി കുട്ടിക്കാലത്ത് എന്താ പറയുക, സ്കൂളിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിരകിയിട്ട് നമുക്ക് ഈ പൊടിയെണ്ണീൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ തരും. ഇപ്പം അത് കഴിക്കാൻ ഇപ്പം അങ്ങനത്തെ ആ സാധനം നമ്മളെ മാർക്കറ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഒന്നും എവിടെയും കണ്ടിട്ടില്ല. അത് ചോളത്തിൻ്റെ പൗഡറാണെന്നാണ് അത് പറയൽ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് അത് കഴിക്കാൻ. അപ്പോൾ അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നൊക്കെ വിശപ്പ്, വേറെ ഫുഡുകൾ ബിരിയാണി, നെയ്ച്ചോറ്, അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിലും നല്ല നല്ല ഫുഡുകളാണ് കുട്ടികൾ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കൊടുത്തത് എന്താണെന്ന് ഉമ്മച്ചി ചോദിച്ചാണ് ചിലപ്പോൾ നമ്മളെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് തരും കുട്ടികൾ. പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് അത് ആരൊക്കെ കഴിച്ചിരിക്കണ ബാലവാടിപ്പൊടിയെന്ന് ഓർമ്മയില്ലോലൊന്ന് കമൻ്റ് ഇടിട്ടോ. ചെറുപ്പത്തിൽ ബാലവാടിയിൽ നിന്നൊക്കെ ഒരു പൊടി കിട്ടിയിരുന്നില്ലേ നമുക്ക്, ഇതാർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിക്കത് നമ്മളെ കടയിൽ അതിൻ്റെ ആ പൊടിയൊന്നും ഉണ്ടാക്കാൻ നല്ല ഇതുണ്ട്. അത് വിരകുമ്പോൾ തന്നെ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ വെറും പിന്നെ ചോള പൗഡറാണോ അതോ അതിൽ വേറെ എന്തെങ്കിലും കൂട്ടുണ്ടോ അത് നമുക്കറിയില്ല. ഞാനേതായാലും അതിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കണത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അത് അവർക്ക് കിട്ടിയിരുന്നു, മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ആ പൗഡർ എന്ന്. പക്ഷേ ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുകൊണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.